السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മളല്ലാത്ത മനുഷ്യരല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും ഒരുപാട് അധ്യായത്തിന്റെ തുടക്കം എങ്ങനെ അറിയോ? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. കുറേ അധ്യായങ്ങൾ തുടങ്ങി വായിച്ചുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തുടങ്ങണ തന്നെ എന്താണ്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അവന്റെ മഹത്വം പ്രകീർത്തിക്കുന്നുണ്ട്, അവനോട് കടമപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആര്? ആകാശത്തിലും ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും, കല്ലും മരവും പക്ഷികളും മൃഗങ്ങളും സമുദ്രത്തിലെ ജീവികളൊക്കെ ആർക്ക് തസ്ബീഹ് ചെല്ലുന്നുണ്ട്? അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. മനുഷ്യരെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? വളരെ കുറഞ്ഞ ആളുകൾ, ഖലീലമ്മാ തശ്കുറൂൻ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ശുക്ർ ചെയ്യുന്നുള്ളൂ. എന്നാ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഒരു ഭാഗത്തെ മാറ്റി നിർത്തിയിട്ടില്ല. നമുക്കതിന് സമയം കിട്ടണില്ല. ഒരു സുബ്ഹാനല്ലാഹയുടെ വില ആയിഷ റളിയല്ലാഹു തആലയോട് പ്രവാചകൻ പറയാണ്, ഒരു സുബ്ഹാനല്ലാഹയുടെ വില അറിയണമെങ്കിൽ മഅ്ശറയിൽ ആ തുലാസിന്റെ മുമ്പിൽ വരണം ആയിഷ. അപ്പോഴാണ് അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തിയ, അവന്റെ മഹത്വത്തെ പ്രകീർത്തിച്ച ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ വില നീ അറിയുള്ളൂ, അതിന്റെ മഹത്വം അറിയുകയുള്ളൂ. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിക്കാതെ, അവന് ദിക്ർ ചെയ്യാതെ, അവന് ശുക്ർ ചെയ്യാതെ ഒരു ജീവിയും ജീവിക്കണില്ല. ആ കൂട്ടത്തിൽ ഉന്നതമായ പദവി നൽകി, ഉന്നതമായ സൃഷ്ടിപ്പ് നൽകി, വിവേകവും ബുദ്ധിയും നൽകി, സംസാരിക്കാനും നടക്കാനും ഓടാനുമൊക്കെ കഴിവും യോഗ്യതയും നൽകി, പരിമിതമായ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതൊക്കെ നന്മയാക്കി മാറ്റാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും പഠിപ്പിച്ചു തന്ന് അള്ളാഹു നമ്മോട് പറയാണ്, ഒരല്പകാലം ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹനെ സൂക്ഷിക്കേണ്ടതുപോലെ നീ സൂക്ഷിക്കണട്ടോ, മുസ്ലിമായിട്ടല്ലാതെ, അഥവാ റബ്ബിന്റെ അടുക്കലേക്ക് മുസ്ലിമായി മടങ്ങിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലല്ലാതെ നീ മരിച്ചു പോകരുത്. എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബ് അതാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചെല്ലുന്നു എന്ന് പറഞ്ഞ് അള്ളാഹ് പറയാണ്, ലഹുൽ മുൽക്കു, അവനാണ് എല്ലാ അധികാരവും ഉള്ളത്. എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്? അതൊക്കെ, അതിൻ്റെയൊക്കെ അധികാരമുള്ളത് അള്ളാഹുവിന്റെ അടുക്കലാണ്. സാമ്പത്തികമായ പ്രയാസം നമുക്കുണ്ടായിട്ടുണ്ടാകും, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടാകും, രോഗമോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് മരിച്ചു പോയുള്ള വിഷമുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ അധികാരമുള്ളത് അള്ളാഹുവിന്റെ അടുക്കലാണ്. വലഹുൽ ഹംദു. നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ അവനാണ്. അവനാണ് നിങ്ങളുടെ ഓരോ സൗഖ്യത്തിൻ്റെയും ഓരോ സൗഭാഗ്യത്തിൻ്റെയും പ്രകീർത്തനങ്ങൾക്ക്
ഉത്തരവാദപ്പെട്ടവൻ അത് അല്ലാഹു മാത്രമാണ്. ഇനി നിങ്ങളുടെ ആശങ്കയകറ്റുന്ന രീതിയിൽ അല്ലാഹു പറയണം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ എത്ര തവണ പരിശുദ്ധ ഖുർആനിൽ ആ വചനം പാരായണം ചെയ്തിട്ടുണ്ട്? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടൊന്ന് പതിച്ചു നോക്കിയാണ് ആ പദങ്ങൾ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പടച്ചോനെ ഇന്നെയാണല്ലോ ഈ ഇടങ്ങാറാക്കിയത്. എത്ര നന്നായി ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. മറ്റോനെ അപേക്ഷിച്ച് ഞാനല്ലേ നല്ലത്, എന്നിട്ടും എനിക്കാണല്ലോ അത് കിട്ടിയത്, നിന്റെ ഭർത്താവിനാണല്ലോ അത് ഉണ്ടായത്. എത്ര പരാതികളാണ് നമ്മുടെ മുമ്പുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരാതികളൊന്നും സ്വീകരിക്കണില്ല. അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലാഹു പരിശുദ്ധനായിരിക്കുന്നു. എല്ലാ പ്രകീർത്തനത്തിന്റെയും ഉത്തരവാദിത്വം അവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അവിടെയാണ് വരയിടേണ്ടത്, അടിവരയിടേണ്ടത്. അവനാണ് നിങ്ങൾക്ക് ജീവിതം നൽകിയത്, സൃഷ്ടിച്ചത്. ഓരോ വ്യക്തികളെയും വ്യത്യസ്ത ഘട്ടങ്ങളിൽ മരണത്തിന് വിധേയമാക്കുന്നതും അവനാണ്. അതിലൊക്കെ അവന് കൃത്യമായ ചില നിർദ്ദേശങ്ങളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്. അതെന്താണ്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെപ്പോലെ സാധാരണക്കാരായ സഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ നിന്റെ ഭാര്യയുടെ വാഴയിൽ ഒരു ഉരുള വെച്ചു കൊടുക്കുന്നത് സ്വതക്കയാണ്, അള്ളാന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും. ഒന്നുകൂടി പറയാണ്, ഈ സദസ്സിനോട് അനുയോജ്യമല്ല എങ്കിലും നീ നിന്റെ ഭാര്യയുമായി രാത്രി ഇടപഴകുന്നത്, ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ഏർപ്പെടുന്നത്, സല്ലപിക്കുന്നത്, അത് സ്വതക്കയാണ്, അതിന് അമലു സ്വാലിഹാത്താണ്, കൂലി കിട്ടും. സഹാബികൾക്ക് അത്ഭുതം, പടച്ചോനിന്റെ തമ്പുരാനെ, ഭാര്യയായിട്ട് ഒപ്പം ജീവിക്കണതിനും കൂലി കിട്ടും. റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു, അള്ളാഹു നിനക്ക് ഹലാലാക്കി തന്ന ആ മാർഗമല്ലാത്ത ഹറാമായ ഒരു മാർഗം സ്വീകരിച്ചാൽ അതിന് അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ലേ? തീർച്ചയായിട്ടും അത് ഹറാമാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് അതിന് വേണ്ടി തെരഞ്ഞെടുത്ത കാര്യം അതിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് നീ പ്രവർത്തിക്കുമ്പോ അള്ളാഹു നിനക്ക് കൂലി തരും. അത്രമാത്രം നിങ്ങളുടെ ഇടയിലുള്ള പെരുമാറ്റത്തിനും ഇടപഴകലിനും സേവനത്തിനും പരിചരണത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പുണ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു ബോധം നമ്മളൊപ്പം നിൽക്കുന്ന ആളുകളോട് പരിചരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവണം. മാതാപിതാക്കളുടെ വിഷയം ഞാൻ പിന്നെ പറയേണ്ടതില്ലല്ലോ, അതിനു മാത്രം നന്മയുള്ള മറ്റെന്തു പ്രവർത്തനം ഉള്ളത്. പക്ഷെ അതിൻ്റെയൊക്കെ മൂലധനം അതെന്താണ്? അതിൻ്റെയൊക്കെ മൂലധനം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കേണ്ട കടമയും കടപ്പാടും അവന് കൊടുക്കേണ്ട അവസ്ഥയും അത് കൃത്യമായിട്ട് അള്ളാഹുവിന് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ എങ്ങനെയാണോ അള്ളാഹുവിനെ നോക്കിക്കാണാൻ പറഞ്ഞത് അങ്ങനെ തന്നെ അള്ളാഹുവിനെ കാണുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ മക്കയിൽ അന്ന് അതിജീവിക്കുന്ന ആളുകളോട് ഒരു ഇലാഹിനെ പരിചയപ്പെടുത്തുമ്പോ ആ ഇലാഹ് ആരായിരിക്കും? അവരെ സൃഷ്ടിച്ച ഇലാഹ് മാത്രമല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇലാഹ് മാത്രമല്ല, അവരെ നിയന്ത്രിക്കുന്ന ഇലാഹ് മാത്രമല്ല, മരണശേഷം അവർ തിരിച്ചു ചെല്ലാനുള്ളത് എടുത്തേക്കാണ് എന്ന് ഈ 4 ചോദ്യം അവരോട് ചോദിച്ചാലും സയഖൂലൂന ലില്ലാഹ്, അവർ ശേഷം പറയും അത് അള്ളാഹുവിന്റെ അടുക്കലേക്കാ. ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ്, ഞങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, ഞങ്ങൾ മടങ്ങി ചെല്ലാനുള്ളത് അത് അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് എന്ന് പറഞ്ഞ ആളുകളുടെ ഇടയിലാണ് 13 കൊല്ലക്കാലം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്നല്ല, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ എന്തായിരിക്കും മക്കയിൽ അതിജീവിച്ച മനുഷ്യരോട്, കാബാലയം പരിപാലിച്ച ആളുകൾ,
പ്രവാചകനേക്കാൾ കൂടുതൽ ഹജ്ജ് നിർവഹിച്ച ആളുകൾ, പാവങ്ങൾക്ക്, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സഹായിച്ച ആളുകൾ, ഇതൊക്കെ ചെയ്ത, നന്മ ചെയ്ത, അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർച്ചയാക്കുന്ന ആളുകൾ, ഇവരൊക്കെ ചെയ്ത തെറ്റെന്തായിരുന്നു? ഇവരെ എന്താണ് പ്രവാചകൻ തിരുത്തിയത് എന്നുള്ള ഒരു ചോദ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ മുമ്പിൽ ഒരു പഠന വിധേയമാക്കാൻ വേണ്ടി ഞാൻ ഇട്ടുതരുന്നത്. എന്തായിരുന്നു അബൂജഹലും മുത്തുബത്തും ഷൈബത്തും തുടങ്ങുന്ന ആളുകൾ പ്രവാചകന് വിരുദ്ധമായി എന്താ നിർവഹിച്ചത്? അബൂജഹലും മുത്തുബത്തും ഷൈബത്തും ചെയ്ത പ്രവർത്തനത്തിൽ നിന്ന് അതിലേറെ പുണ്യമായ എന്തു കർമ്മമാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിർവഹിച്ചത്? എന്തിനാണ് ബദറിന്റെയും ഉഹുദിന്റെയും ഖന്തക്കിന്റെയും ഒക്കെ രണാങ്കണത്തിൽ അവർ രണ്ടു പക്ഷത്തായി കൂടി നിന്ന് യുദ്ധം ചെയ്തത്? പഠന വിധേയമാക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ബോധ്യം വരുന്ന ഒരു സംഗതി ഉണ്ട്. ഈ ദീൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിച്ചതാണ്. ആ പ്രവാചകനിലൂടെ പഠിപ്പിച്ച ദീൻ ഒരിക്കലും നമുക്ക് ഏതെങ്കിലും നിലക്ക് മാറ്റം വരുത്താനോ അതിലെന്തെങ്കിലും കടത്തിക്കൂട്ടാനോ സാധ്യമല്ല തന്നെ. അതുകൊണ്ടാണ് നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ, ഞാൻ ചെയ്യുന്നത് നന്മയാണ് എന്ന് തോന്നും നമുക്ക്. സൂറത്ത് കഹ്ഫിൽ നമ്മൾ പാരായണം ചെയ്യും. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആ സമൂഹത്തോട് ഉറക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. നന്മ പ്രവർത്തിച്ച് നല്ലതാണെന്ന് കരുതി പണിയെടുത്തു പരാജയം നേടിയ ആളുകളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നാ. ദുനിയാവിൽ ഒരുപാട് ദിക്റുകൾ അവർ ചൊല്ലിയിട്ടുണ്ട്, ദുനിയാവിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ നിർവഹിച്ചിട്ടുണ്ട്. അവരതൊക്കെ നിർവഹിച്ച സമയത്ത് അവരിതൊരു പുണ്യകരമാണ് എന്ന പ്രതീക്ഷയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ അവർക്ക് ഒന്നും ബാക്കി ഉണ്ടാകൂല. കാരണം അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെയല്ല ആ പണിയൊക്കെ ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എണ്ണമല്ല അവർ നിർവഹിക്കുന്നത്. ആ റസൂലുള്ള ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞു കൊടുത്ത രീതിയിലല്ല അവർ കർമ്മങ്ങളൊന്നും ചെയ്യുന്നത്. നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ദിക്റുകളാണെങ്കിലും സ്വലാത്താണെങ്കിലും ഒക്കെ അവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ, അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമുള്ളത്. അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ആരാപ്പ പടച്ചോനല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മളെ ചിന്ത. ആരപ്പ പടച്ചോൻ എന്നോട് തന്നെയല്ലേ എല്ലാവരും പറയാറ്. നമ്മൾ പറയുന്നത് പടച്ചോനോടായിരിക്കും. പക്ഷെ അതിന് ആരുടെയൊക്കെയോ സേവന, ആരുടെയൊക്കെയോ താല്പര്യവും പൊരുത്തം ഉണ്ടെങ്കിലേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. മക്ക മുശ്രിക്കുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹമായിരുന്നു കഅബയിൽ സ്ഥാപിച്ചിരുന്നത്. ഇസ്മായിലിന്റെയും അതുപോലെ ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുലുല്ലാല പോലത്തെ ഒരുപാട് ആളുകൾ, അവരൊക്കെ ഹജ്ജിന് വന്ന ആളുകൾക്ക്, മുൻ സമുദായത്തിലുള്ള വലിയ പ്രഗത്ഭരായ ആളുകളും അവർക്ക് വേണ്ടി നന്മ ചെയ്ത ആളുകളായിരുന്നു. അവരുടെയൊക്കെ വിഗ്രഹം വെച്ച് സ്ഥാപിച്ച് പണിയെടുക്കുമ്പോഴാണ്, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പറഞ്ഞിട്ടല്ല, ശരിയല്ല എന്ന് പറയുന്നത്. അവരുടെ വിശ്വാസമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്താണ്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. നമുക്കൊക്കെ പറയാനുള്ള ഒരു കാരണം അതാണ്, ഞങ്ങൾ പടച്ചോന്റെ അടുത്തേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയൊക്കെ സ്വീകരിക്കുന്നത്, ഈ വഴി ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങളൊക്കെ പാപികളാണ്, ദോഷികളാണ്, പടച്ചോനോട് നേരിട്ട് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞങ്ങളുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരുത്തരെ കൂട്ടിപ്പിടിച്ചിട്ട് മറ്റൊരുത്തരുടെ കെയർ ഓഫിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മക്കയിലെ പ്രവാചകൻ പ്രബോധനം ചെയ്ത അക്കാലത്ത് ജീവിച്ച ആളുകൾ പറഞ്ഞതെന്ന് ഖുർആൻ പറയുന്നു. മാ നഅ്ബുദുഹും ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അടുപ്പിക്കാൻ വേണ്ടി, അള്ളാഹിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നാം. എന്നാ അള്ളാഹ് പറയാണ്, എന്നോട് അടുക്കാൻ മറ്റൊരാളെയും നിങ്ങൾ തേടേണ്ടതില്ല. അള്ളാഹു നിങ്ങളുടെ ജീവനാടിയോളം അടുത്തുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുന്നത് അവൻ അറിയുന്നവനാണ്. നിങ്ങളെ നിരീക്ഷിക്കാൻ മലക്കുകളെ ഏർപ്പാടാക്കിയവനാണ് അവൻ. എല്ലാ നിലക്കുമുള്ള
എല്ലാ കാഴ്ചപ്പാടിലുമുള്ള നിരീക്ഷണവും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ മുമ്പിൽ നിങ്ങൾക്കൊരിക്കലും അവനെ അവഗണിച്ചുകൊണ്ട് മറ്റൊരുത്തനെ സ്ഥാപിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന്. ആരിലേക്കാണ്, എവിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത്? അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. എന്താ അല്ലാഹു ചോദിക്കുന്നത്? അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. ആരുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിലക്കിയ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു സംഘം, അവൻ തീരുമാനിച്ച തീരുമാനത്തെ മാറ്റാൻ പറ്റുന്ന ഏത് സംഘമാണ് നിങ്ങളുടെ അടുക്കലുള്ളത്? ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ചതിക്കപ്പെട്ടതാണ്, നഷ്ടത്തിലായിപ്പോയതാണ് നിഷേധികൾ. ഒരിക്കലും അള്ളാഹുവിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരാളുമില്ല. അവൻ നമുക്ക് ഭക്ഷണമായി ഉപജീവനമായി തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ പറ്റുന്ന ഒരാളുമില്ല. അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവനാണ് നമുക്ക് കേൾവി നൽകിയത്, അവനാണ് നമുക്ക് കാഴ്ച നൽകിയത്, അവനാണ് നമുക്ക് അഫ്ഇദത്ത് ഹൃദയവും ചിന്തയും നൽകിയത്. ഖലീലം മാ തശ്കുറൂൻ. പക്ഷേ നന്ദി ചെയ്യുന്നവർ വളരെ കുറവാ. ആ റബ്ബിന്റെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഏത് സമയത്തും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അബൂബക്കറെ, നീ വിശ്വസിക്കുന്ന മുഹമ്മദ് ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നലെ രാത്രി ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി പോലും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? അതെ, അങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാനത് വിശ്വസിക്കുന്നു. അന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ എന്ന പേര് വീണത്. അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും അതിന്റെ ഭൗതികമായ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ആലോചിക്കാതെ അത് അപ്പടി വിശ്വസിക്കുക. അതാണ് സിദ്ദീഖുൽ അക്ബർ, സാക്ഷ്യപ്പെടുത്തുന്നവൻ, സത്യമാക്കുന്നവൻ. ആ ഒരു സിദ്ദീഖാണ് നമ്മളൊക്കെ ആവേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ ഇന്ന കാര്യം ഇങ്ങനെ പറഞ്ഞോ, ഓക്കെ, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം എന്താ? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്തിന്റെ ഒരു പകുതിയാണ് എന്ത്? മുഹമ്മദ് നബി എന്നിലേക്ക് പറഞ്ഞയച്ച, ദീന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതിന്റെ മുമ്പുള്ളവരോ അതിന്റെ ശേഷമുള്ളവരോ പറഞ്ഞ കാര്യത്തിലല്ല എൻ്റെ സാക്ഷ്യമുള്ളത്. എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത് ദീനാണെന്ന് പറഞ്ഞോ, അതിലാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനു വേണ്ടി എനിക്ക് വന്ന പ്രവാചകനാണ് എന്ന് എൻ്റെ മനസ്സുകൊണ്ട്, നാവ് കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പലതവണ ആവർത്തിച്ച് പറയുകയും പിൻകാലത്ത് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ ഒരുപാട് ഇപ്പോഴും പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ ഫോൺ വെച്ചിട്ട് അതിൻ്റെ താഴെ വെള്ളം വെച്ചിട്ട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ലോകത്തിലുള്ള എല്ലാ വിമാനങ്ങളെയും ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ 30 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഏതോ ഒരു ശൈഖുനയാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് വിശ്വസിപ്പിക്കുന്ന ഒരു സംഘത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. എവിടെയാണ് നമ്മുടെ തലച്ചോറ് പണയം വെച്ചത്? ഏത് ആദർശമാണ് നമ്മുടെ മനസ്സിലുള്ളത്? ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് നമ്മൾ വിശ്വസിച്ചത് എന്ന് കൃത്യമായി ഒന്ന് ആലോചിക്കുക. ഇത് നിങ്ങളുടെ ഒരു അവസരമാണ്. നിങ്ങൾക്ക് വീണ് കിട്ടിയ അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തു പറഞ്ഞയച്ച ഒരു അവസരമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദി. വിശ്വാസികളെ, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ കഠിനമായ പരിശ്രമിക്കണം. എന്താണത്? ഹഖ്ക ജിഹാദി ഹുവ ജിതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. അവൻ നിങ്ങൾക്കൊരു പ്രയാസം ദീനിൽ ഉണ്ടാക്കിയിട്ടില്ല. അവനാണ് നിങ്ങളെ ഈ വഴിയിൽ തെരഞ്ഞെടുത്തത്. നിങ്ങൾക്കിത് കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയത് ആരാ? അള്ളാഹു ആണ്. ആരെ കുറിച്ച് കേൾക്കാൻ? അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ. അള്ളാഹുവിനെ ഞാൻ എവിടെ കൊണ്ടെന്ന് വെക്കണം? എന്റെ മനസ്സിൽ അള്ളാഹുവിനെ സ്ഥാപിക്കേണ്ടത് എവിടെയാണ്? എന്റെ കുടുംബ ജീവിതത്തിൽ എവിടെയാണ് റബ്ബിന് സ്ഥാനം കൊടുക്കേണ്ടത്? എന്റെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഞാൻ ഇടപഴകുന്ന രാഷ്ട്രീയത്തിലും ഞാൻ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും, സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ എന്റെ റബ്ബിന് ഞാൻ എവിടെ സ്ഥാനം കൊടുക്കണം? അവനുമായിട്ടുള്ള എന്റെ ബന്ധം, അതിനുള്ള മറുപടി എനിക്ക് എങ്ങനെ പറയാൻ കഴിയണമെന്ന് എന്റെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത് എവിടെയാണ്?
ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, അയൽവാസിയോട്, ഒന്നും അറിയാത്ത, ആരും അറിയാത്ത, ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇനി കാണാൻ സാധ്യതയില്ലാത്ത പലരെയും കണ്ടുമുട്ടുന്നവരാ. അവരോട് ഞങ്ങൾ എങ്ങനെ പെരുമാറണം? ഒരു ലാ ഇലാഹ ഇല്ലല്ലയുടെയും മുഹമ്മദ് റസൂലുള്ളയുടെയും അനുയായിയായ എനിക്കുണ്ടാവേണ്ട ക്വാളിറ്റി എന്താണ്? ഈ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ക്ലാസ് കൊണ്ട് നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടത്. രോഗം ഒരു പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പൂർണ്ണമായി സുഖപ്പെട്ടെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ ഭാഗികമായി സുഖപ്പെട്ടെന്ന് വന്നേക്കാം. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ചില രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സുഖപ്പെടാനും കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചത്. അള്ളാഹു അർഹിക്കുന്ന രീതിയിൽ അത് പരിഗണിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ആരെയും കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ അല്ല. നിഷ്കളങ്കമായി നമ്മുടെ മനസ്സിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധമെന്ന് ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു കഠിന പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഓരോ സംഗതികളും കാണുമ്പോൾ അള്ളാഹു പറയുന്നത് അതിലൊക്കെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമിയുടെ മാറ്റിമറിയല്, രാത്രിയുടെയും പകലിന്റെയും മാറിമറിയല്, എന്തെല്ലാം പ്രതിഭാസങ്ങളാ ഓരോ ദിവസവും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കടന്നു മറയുന്നത്. ഓരോ ചെടികളും, ഓരോ പക്ഷികളും, ഓരോ നമ്മൾ സന്ദർശിക്കുന്ന എല്ലാവരും ടൂറ് പോകാൻ ഭയങ്കര താല്പര്യ. അപ്പൊ കാണുന്ന എത്രയെത്ര കാഴ്ചകൾ. അല്ലാഹ് പറയാണ് അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ റബ്ബിലേക്ക് അടുപ്പിക്കാൻ, സ്വാധീനിക്കാൻ കഴിവുള്ള ആയത്തുകളാണ്. ആർക്ക്? ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഇരുത്തം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ചിന്ത ഉണ്ടാവുക. ഒരു ചെടി കാണുമ്പോ, ഒരു പക്ഷിയെ കാണുമ്പോ, നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റൊരാളെ കാണുമ്പോ ഒക്കെ അള്ളാഹുവിനെ എങ്ങനെ ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും? അള്ളാഹു അതിന് കൊടുത്ത കഴിവുകൾ, അതിന്റെ പേരിൽ നമുക്കുണ്ടാവേണ്ട തസ്ബീഹുകൾ എന്താണ്? അതൊക്കെ കാണുമ്പോൾ വിശ്വാസികളുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താ? ഒരു തേട്ടമാണ്. സുബ്ഹാനക് ഫഖിനാ അദാബന്നാർ. അള്ളാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, നീ എന്തൊക്കെയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്, ഇതെല്ലാം ഞങ്ങൾക്ക് മനുഷ്യർക്ക് വേണ്ടി. അതുകൊണ്ട് നീ സംവിധാനിച്ചു എന്ന് പറയുന്ന അന്ത്യമില്ലാത്ത, അറ്റമില്ലാത്ത, ആയുസ് കണക്കാക്കാൻ പറ്റാത്ത നരകം അവിടെ ഉണ്ടാകുമെന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് പടച്ചോനെ. കാരണം ഇത്രമാത്രം ആകാശഭൂമിയുടെ സൃഷ്ടിപ്പും അതിന്റെ വൈവിധ്യങ്ങളും രാത്രിയും പകലും ഞാൻ അറിയാതെ മാറി മറിയുന്നതും എന്റെ കഴിവും യോഗ്യതയും ഇല്ലാതെ സൂര്യനും ചന്ദ്രനും തണുപ്പും ചൂടും ഒക്കെ എനിക്ക് അനുഭവിക്കുന്നതും എല്ലാം സംവിധാനിച്ച തമ്പുരാനെ, മരണശേഷം ഒരു നരകത്തിലേക്കുള്ള പോക്ക് അത് തീയാണ്. അതും നാട്ടിലെ തീയിനേക്കാൾ 70 ഇരട്ടിയോളം ചൂടുള്ള തീയാണ്. അതവിടെ റെഡിയാണ് എന്ന് പറയുമ്പോ പടച്ചോനെ, ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഭൂമി ലോകത്തെ ഓരോ ദൃഷ്ടാന്തങ്ങളും കാണുമ്പോ വിശ്വാസികളുടെ മനസ്സിലുണ്ടാവുക. സഹോദരങ്ങളെ, നമ്മൾ നല്ല ആലോചിക്കണം. നമുക്ക് ഇനി കുറഞ്ഞ സമയമേ ഉള്ളൂ. നമ്മളൊക്കെ ഏറെക്കുറെ പഴമക്കാർ പറയുന്നത് അസറത്താന്ന ആളുകളാ. വളരെ കുറഞ്ഞ സമയം കിട്ടിയാൽ, അതും പരിമിതമായ സൗകര്യത്തോടു കൂടി നമുക്ക് മാറാൻ കുറഞ്ഞ സമയം മതി. ചെറിയ മാറ്റം. എത്രയെത്ര ആളുകൾ പെട്ടെന്ന് മാറി മരണപ്പെട്ടു പോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ. എത്ര ആളുകൾ, നമ്മളെപ്പോലത്തെ എത്ര ആളുകളാണ്. നമ്മളെന്ത് സുഖസുന്ദരമായിട്ട് അവിടെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ. 75% വരുന്ന വീടുകളും ബിൽഡിങ്ങുകളും നാട് മൊത്തം നശിച്ച് നാമാവശേഷമായി. അതിൻ്റെ ഇടയിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ, ഞങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, വിശ്വാസികൾ ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ഈമാനിന്റെ ഒരു കട്ടി. മക്കൾ മരിച്ചു പോകുന്നു. 25,000-ഓളം പിഞ്ചുമക്കൾ ഉമ്മയും ഉപ്പയും ഇല്ലാതെ അനാഥരായി, കൃത്യമായ പരിചരണം കിട്ടാതെ കഴിഞ്ഞു പോകുന്നു. എത്രയെത്ര കുട്ടികളാണ് അവിടെ അകാരണമായി ഭീകരതാണ്ഡവത്തിന് വിധേയമായി മരണപ്പെട്ടു പോയത്. എന്തെല്ലാം പരീക്ഷണങ്ങളാ ലോകത്തിന്റെ നാനാഭാഗത്ത് വ്യത്യസ്ത
ആളുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിതൊക്കെ വളരെ ചെറുതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നാടിൻ്റെ 3/4 ഭാഗവും ബോംബിട്ട് തകർന്നൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം എന്ന് പറയാൻ വീടില്ല, പറമ്പ് എവിടെയെന്ന് അറിയില്ല, അതിനുമാത്രം നഷ്ടപ്പെട്ടിരിക്കുക. അവിടെ നിന്നിട്ടാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം അള്ളാഹു നൽകിയിട്ടില്ല. വളരെ ചെറിയ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നമ്മളെ മുമ്പിലുള്ളത്, അപ്പോഴും നമുക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമ്മുടെ നാവ് പൊന്താത്തൊരവസ്ഥ. നല്ല ആലോചിക്കേണ്ട ഒരു സമയത്താണ് നമ്മളുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ ബാക്കിയാക്കിയത് എന്നുള്ള ആലോചന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തെ ദീനനുസരിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തണം. മക്കളൊക്കെ വലിയ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. നമുക്ക് ആകെയുള്ള പരാതി എന്താ? എല്ലാവരും പരാതിയില്ല. ഞങ്ങൾ പറഞ്ഞ ഒന്നും മക്കൾ കേൾക്കണില്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മക്കളെ കിട്ടണില്ല. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിവാഹം നിശ്ചയിച്ച ആളുകൾ, പെൺകുട്ടികൾ മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നു. വിവാഹം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നു. വിവാഹിതരായി 2-3 കുട്ടികളുള്ള ആളുകൾ കുട്ടികളെ എവിടെങ്കിലും ഇട്ടേച്ചിട്ട് മറ്റാരുടെയും കൂടെ പോകുന്നു. ഇതൊക്കെ മനുഷ്യരായ നമ്മളാണ്. നമ്മൾ നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഒരു ഇസ്ലാമിക സംസ്കാരം വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അപചയമാണിത്. വിദ്യാഭ്യാസം എല്ലാവർക്കും അനിവാര്യമാണ്. പക്ഷെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം ഒരിക്കലും ആഖിറത്തിൽ അവർ നമുക്കെതിരെ നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസം ആവരുത് എന്നുള്ള ദൃഢബോധ്യം നമുക്കുണ്ടാവണം. പഠിപ്പിക്കുന്നതും നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതൊക്കെ ഒരു നല്ല ബോധ്യത്തിനാവണം. അവിടെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ, പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ദീന് പഠിപ്പിക്കാനൊക്കെ ഉള്ള അവസ്ഥകൾ ഉണ്ടാവണം. നമ്മൾ പറയുന്നൊന്നും 100% അവർ കേട്ടോണമെന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. വളരെ സ്നേഹത്തോടു കൂടി, ആദരവോടു കൂടി അവരെ രീതിയിൽ നിന്നുകൊണ്ട് നല്ല ഉപദേശങ്ങൾ കൊടുത്താലേ അവരെ നന്നാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ വടിയെടുത്തിട്ടോ കണിശമായി ചീത്ത പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത്. അത് നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി ഉപദേശിച്ച് ആഖിറത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി, അള്ളാഹിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി, ഭൂമി ലോകത്ത് എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവന് കിട്ടാൻ പോകുന്ന ജോലിയും ശമ്പളവും, അതുപോലെ ഭൂമി ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയാൽ ഈമാൻ ഉണ്ടെങ്കിൽ അവന് കിട്ടാൻ പോകുന്ന കൂലിയൊന്ന് താരതമ്യ പഠനം നടത്തി അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മളെ കുടുംബത്തെയും ഒക്കെ ദീനനുസരിച്ച് അള്ളാഹുവും പ്രവാചകനും ഇഷ്ടപ്പെടുന്ന ആചാരങ്ങൾ ചെയ്തുകൊണ്ട് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ള തൗഫീക്കും സൗഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഈ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പല ആളുകളും മരണപ്പെട്ടു പോയവരുണ്ടാകും, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് ആളുകൾ സഹായം ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹുവേ അർഹമായ പ്രതിഫലം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി എന്ന ആളുകൾക്ക് പൂർണ്ണമായ ശിഫ നൽകി അള്ളാഹുവെ പൂർണ്ണമായി നിന്നെ മനസ്സിലാക്കി ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള തൗഫീക്കും സൗഭാഗ്യവും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഇത് ഞങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റായി, ഒരു തിരിച്ചറിവായി നീ മാറ്റിത്തരണേ തമ്പുരാനെ. നിന്നെ ഭയപ്പെട്ട് നിനക്ക് തഖ്വ ചെയ്ത് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റബ്ബേ. ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലം അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.